വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കേരള സർക്കാർ കേന്ദ്രത്തിൻ്റെ ചുവട് വെച്ച് കേന്ദ്രത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വർത്തമാന കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിശാബോധം നഷ്ടപ്പെട്ട ഗവൺമെന്റ് പലപ്പോഴും ഒരു BJP ഗവൺമെന്റിന്റെ രൂപത്തിലേക്ക് നീങ്ങുന്നതായും പല തലങ്ങളിൽ നിന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ കോടികൾ എന്ന് കേട്ടപ്പോൾ എല്ലാ മര്യാദകളും ആദർശങ്ങളും മറന്ന് PM ശ്രീ പദ്ധതിക്ക് പിന്നിൽ അണിനിരക്കാൻ പോവുകയാണ് കേരളം. PM ശ്രീയിൽ ചേരില്ലെന്ന് മാസങ്ങൾക്ക് മുമ്പ് ശക്തമായി പ്രഖ്യാപിച്ച ഭരണകൂടവും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്രഖ്യാപനത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കാൻ പോകുന്നത്. എന്നാൽ ഭരണമുന്നണിയിലെ ഏറ്റവും പ്രബല കക്ഷിയായ CPI ശക്തമായി എതിർത്തിട്ടും CPIയെ തൃണവൽക്കരിച്ചുകൊണ്ട് PM ശ്രീയുമായി മുന്നോട്ട് പോകുമെന്നാണ് CPM പറയുന്നത്. എന്താണ് ഈ PM ശ്രീ? ഈ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി 2022 സെപ്റ്റംബർ 7 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ PM ശ്രീ സ്കീം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പാക്കുന്നത് കാണിക്കുന്ന മാതൃകാ സ്കൂളുകളാണ് PM ശ്രീ സ്കൂളുകൾ. പറയുമ്പോൾ സുന്ദരവും ലളിതവും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വാരിക്കോരി പണം ലഭിക്കുന്നതുമാണ് ഈ പദ്ധതി എന്നിരിക്കെ എന്തിനാണ് ഈ പദ്ധതിയെ എല്ലാവരും എതിർക്കുന്നതും ഭയപ്പെടുന്നതും? 1986 വിദ്യാഭ്യാസ നയം പൊളിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. അതിന്റെ പേരായിരുന്നു NEP. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ PM ശ്രീ പദ്ധതി. ഈ പദ്ധതി പ്രകാരം 14,500 മാതൃകാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമെന്നും അതിലേക്ക് 27,000 കോടി രൂപ വക ഇരുത്തിയിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. BJP സർക്കാരിന്റെ വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതും ഇനി നടപ്പിലാക്കാൻ പോകുന്നതെന്നുമാണ് പരക്കെ പരാതിയുള്ളത്. ഈ സഹായവുമായി മുന്നോട്ട് പോകുന്ന ഏതൊരു ഗവൺമെന്റും പദ്ധതിയുടെ ഭാഗമാവുന്ന ഏതൊരു സ്ഥാപനത്തിന്റെ പേരിന് മുന്നിലും PM ശ്രീ എന്ന് ചേർക്കണമെന്ന നിർബന്ധം കേന്ദ്രത്തിനുണ്ട്. എന്നാൽ അതിനെ നിശ്ചിതമായി എതിർത്ത സംസ്ഥാനങ്ങളായിരുന്നു പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരള ഗവൺമെന്റും. ആ ചുവടിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞാണ് കേരളം ഇപ്പോൾ പദ്ധതിയുടെ ഭാഗമാവുന്നത്. കേന്ദ്രത്തിന്റെ നയം അതിവിശാലമാണ്. കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസം പരിഷ്കരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ കാലത്തിന് അനുയോജ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വവൽക്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യമെന്ന വിമർശനം ഇടത് പാർട്ടികളിൽ നിന്നാണ് പ്രധാനമായും ആദ്യം ഉയർന്നു വന്നത്. വിദ്യാഭ്യാസത്തിൽ സ്വകാര്യവൽക്കരണവും വർഗീയവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും ഇടതുപക്ഷം നിലപാടെടുത്തു. കേരളത്തിൽ PM ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് CPI ആയിരുന്നു. 1986 വിദ്യാഭ്യാസ നയം പൊളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ 2020 NEP അവതരിപ്പിച്ചത്. പുതിയ നയത്തിലെ ഹിന്ദിക്കും സംസ്കൃതത്തിനും പ്രാധാന്യം നൽകുന്ന ത്രിഭാഷാ നയത്തിനെതിരെയാണ് തമിഴ്നാട് രംഗത്തെത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഹിന്ദുത്വ നയമാണ് ഇതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് തമിഴ്നാട് ആരോപിച്ചു. പദ്ധതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട്. NEP നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊക്കെ ഏറെക്കുറെ കാവ്യവൽക്കരണം നടന്നു കഴിഞ്ഞു. ചരിത്രത്തിന്റെ അപനിർമ്മിതി നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ അക്ഷരങ്ങൾക്ക് കാവ്യനിറം പകരാൻ തുടങ്ങിയിരിക്കുന്നു. ഗാന്ധിജിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ ചരിത്ര പുരുഷന്മാരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ടായിരിക്കുന്നു. മുസ്ലിം ഭരണാധികാരികളുടെ ഭരണകാലഘട്ടം അഥവാ മുഗൾ സാമ്രാജ്യം ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും മായ്ക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ടിപ്പു സുൽത്താനും ഔറംഗസീബും ഒക്കെ രാജ്യദ്രോഹികളും മതഭ്രാന്തന്മാരും ക്ഷേത്രധ്വംസകരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ മാറ്റിയെഴുതാൻ തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റ് മന്ദിരത്തിൽ ഗോഡ്സെക്ക് ഗാന്ധിജിയുടെ അതേ വിലയും നിലയുമായിരിക്കുന്നു. ഗോഡ്സെയുടെ വൈ ഐ കിൽഡ് ഗാന്ധി എന്നത് ചരിത്രരേഖയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ചരിത്രങ്ങളുടെ തിരുത്തിയെഴുത്തും സനാതന ധർമ്മങ്ങളുടെ മതമൂല്യവും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസത്തിലേക്ക് കൂടി സന്നിവേശിപ്പിക്കുക എന്നതാണ് BJPയുടെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം.
രാമനും സീതയും ലക്ഷ്മണനുമൊക്കെ പാഠ്യഭാഗങ്ങളായപ്പോൾ പാഠപുസ്തകങ്ങളിലെ അക്ഷരക്കൂട്ടുകളിൽ നിന്ന് മതേതരത്വത്തെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് CPI പോലുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഈ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നത്. ഇതുവരെ PM-ശ്രീക്കെതിരെ പുറംതിരിഞ്ഞു വാതിലടച്ചവർ പറയുന്നത് കേരളം PM-ശ്രീ ഏറ്റെടുത്താൽ 1400-ലധികം കോടി കുടിശ്ശികയായി കിട്ടാനുണ്ടായിരുന്ന തുക കേന്ദ്രത്തിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. കോടികളുടെ മഹിമ പറഞ്ഞ് കേരളത്തിന്റെ അസംബ്ലിയിൽ കാവിക്കൊടി ഉയർത്താൻ അവസരമുണ്ടാക്കുകയാണ് പിണറായി ഗവൺമെന്റ് ചെയ്യുന്നത്. നോട്ടുകെട്ടുകളുടെ കനമനുസരിച്ച് ആദർശങ്ങൾ വേണ്ടെന്ന് വെക്കാനും കാവിക്കൊടി പകർന്നെടുക്കാനും ഇപ്പോൾ ഇടതുപക്ഷത്തിന് മടിയില്ലാതായിരിക്കുന്നു. പണ്ടത്തെ ഇടതുപക്ഷത്തിന് ശക്തമായ ആദർശബലമുണ്ടായിരുന്നു. ഇന്നത് പണത്തിനും അധികാരത്തിനും മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് സഖാവ് EP ജയരാജൻ പറഞ്ഞത് ഇടതുപക്ഷം ഇപ്പോൾ പുതിയൊരു ദിശയിലാണെന്നും കേരളത്തിൽ ഇനിയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നും. ആ ഇടതുപക്ഷത്തിന്റെ ദിശ കാവിക്കൊടിക്ക് നേരെയാണ്. BJPയുടെ നയരൂപീകരണങ്ങൾക്ക് പിന്നാലെയാണ്. വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടത് BJP സംയുക്ത മുന്നണി നമുക്ക് പ്രതീക്ഷിക്കാം. അത്രമാത്രം ഗതികേടിലായിരിക്കുന്നു ഇടതുപക്ഷം. ഈടിപ്പേടി ഇടതിനെയും പിടികൂടിയിരിക്കുന്നു.